ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നിങ്ങൾ ഇന്ന് കാണാൻ പോണ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ കപ്സ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. ഒരു അറബിക് റെസിപ്പിയാണ്. സോ ഞാൻ കറക്റ്റ് പ്രോപ്പറായി അതേപോലെ തന്നെയാണ് ഉണ്ടാക്കണതെന്ന് എനിക്കറിയില്ല. ഞാൻ മുമ്പ് ഇരുന്നൊരു വീട്ടിലൊരു ഉമ്മയുണ്ട്. ആ ഉമ്മ എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരു റെസിപ്പിയാണ്. സോ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ കുറച്ചൊക്കെ യൂട്യൂബിലും നോക്കിയിട്ടുണ്ട്. സോ ആദ്യം തന്നെ ഞാൻ ജാറിൽ തക്കാളി, കുരുമുളക്, കുറച്ച് ഇഞ്ചി, പിന്നെ ഗാർലിക്, പെപ്പർ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഒരു രണ്ടര തക്കാളി ഞാൻ എന്തോ എടുത്തിട്ടുണ്ട്, മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി അരച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പാനിലോട്ട് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ എല്ലാ സ്പൈസസും ആഡ് ചെയ്യണം. ഏതൊക്കെയാണ് സ്പൈസസ് എന്ന് വെച്ചാൽ ബേ ലീവ്സ്, പട്ട, ഗ്രാമ്പൂ, പിന്നെ കുറച്ച് പെപ്പറും, അങ്ങനത്തെ കുറച്ച് സ്പൈസസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് നന്നായി ആയതിനു ശേഷം നമ്മൾ അതിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കണം. ഉള്ളി ഇട്ടിട്ട് അത് അത്യാവശ്യം നന്നായി വഴണ്ടി വരണം. സോ അത് അത്യാവശ്യം നന്നായി വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കിയ അരപ്പ് ഇട്ട് കൊടുക്കണം. അതിന് മുമ്പ് തന്നെ നമ്മൾ പച്ചമുളക് ഒരു 2 എണ്ണം കീറിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം ഒന്ന് നന്നായി വഴണ്ടതിന് ശേഷമാണ് ഞാൻ ആ അരപ്പ് ഇട്ട് കൊടുക്കുന്നത്. സോ അത്യാവശ്യം നന്നായി ഈ ഉള്ളിയും എല്ലാ മിക്സും അത്യാവശ്യം നന്നായി വഴണ്ടിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഈ അരപ്പ് അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അരപ്പിൽ എന്തൊക്കെയാണുള്ളതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. തക്കാളി, കുരുമുളക്, ജിഞ്ചർ ഗാർലിക്, പിന്നെ പെരിഞ്ജീരകം, എല്ലാത്തിൻ്റെയും മിക്സ് ഇട്ടിട്ടാണ് ഞാൻ അരച്ചിട്ടുള്ളത്. അത് ഞാൻ അരപ്പ് അതിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഇതിന് ശേഷം നമ്മൾ ഇതിലോട്ട് മാഗി ക്യൂബ്, എൻ്റെ കയ്യിൽ കുഞ്ഞു മാഗി ക്യൂബാണ്. സോ അത് ഒരു 6 മാഗി ക്യൂബ് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കണം. ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. സോ 6 മാഗി ക്യൂബ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഈ മാഗി ക്യൂബ് ആവുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ പാനിലോട്ട്, ഈ മിക്സിലോട്ട് നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ് നോക്കിയിട്ട് ചേർത്തിയാൽ മതി. എന്താ വെച്ചാൽ മാഗി ക്യൂബിൽ തന്നെ അത്യാവശ്യം ഉപ്പുണ്ടാവും. അതിനുശേഷം ഞാൻ കുറച്ച് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ആ കുറച്ച് ചിക്കൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിലോട്ട് ഇട്ടിട്ട് വഴറ്റുന്നുണ്ട്. അത് അത്യാവശ്യം കുറച്ച് വഴണ്ടി വരുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം, ഈ കഴുകാനുള്ള ഇതുണ്ടല്ലോ, ആ അരപ്പ് മിക്സ്, അപ്പോൾ അതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. ഈ 1 ഗ്ലാസ് വെള്ളത്തിൻ്റെ അളവ് നമ്മൾക്ക് ഓർമ്മ വേണം. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഇത് ഓൾറെഡി വെള്ളം ഉള്ളത് കൊണ്ട് നമുക്ക് ഈ വെള്ളത്തിൻ്റെ അളവ് ഓർമ്മ വന്നാൽ തന്നെ നമ്മൾ അതിനനുസരിച്ച് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് ഒഴിച്ചു. അപ്പോൾ ഇനി എനിക്ക് 5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഞാൻ എടുക്കുന്ന റൈസ് ബസ്മതി റൈസാണ്. അപ്പോൾ എൻ്റെ ഈ ബസ്മതി റൈസ് ഭയങ്കര ഒട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഞാൻ എപ്പോൾ ഉണ്ടാക്കുമ്പോഴും അത്യാവശ്യം നന്നായി ഒട്ടും. അതിനാൽ തന്നെ ഞാൻ ഒരു 4.5 ഗ്ലാസ് വെള്ളം തന്നെ ഞാൻ ഒഴിച്ചുള്ളൂ. ഞാൻ 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചില്ല. അപ്പോൾ ഇനി അരിയൊക്കെ നന്നായി തൂത്തു എന്നിട്ട് അതിലൊഴിച്ചു. അതിനുശേഷം ഞാൻ ലെമൺ പിഴിയുന്നുണ്ട്. അപ്പോൾ ഒരു പുളിപ്പ് കിട്ടുമല്ലോ. പിന്നെ അങ്ങനെ ഒട്ടുമില്ല എന്ന് വിചാരിക്കണം. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ ലെമണിൻ്റെ തോല് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടമാണ്. ഇവിടുത്തെ ലെമണൊന്നും വലിയ കയ്പില്ല. അതുകൊണ്ട് തന്നെ കഴിക്കാനും നല്ല സുഖമാണ്, നമ്മൾ കഷ്കില്ല. അപ്പം ഞാനിത് ചാലഞ്ച് പോലെ ബാക്കിയുള്ള ലെമൺ ഞാൻ കഴിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാനായിട്ട്. ഇതാ ഒരു പീസ് എടുത്തിട്ട് ഞാൻ കഴിക്കുകയാണ് ലെമൺ.
എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ വെറുതെ കഴിക്കും ഇങ്ങനെ. അതിനുശേഷം എൻ്റെ കപ്സ ഇങ്ങനെയാണ് ആയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ നമ്മൾ കൊറിയൻഡർ എല്ലാം ഇതിലോട്ടിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ കയ്യിൽ കൊറിയൻഡർ ഉണ്ടായിരുന്നില്ല, അത് കാരണം ഞാനത് ഇട്ടില്ല. So thanks for watching my video. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.